സോ എസെക്ഷൽ റീപ്രൊഡക്ഷനിലെ വേറെ രണ്ട് എക്സാമ്പിൾസ് ആണ് പ്രൊട്ടിസ്റ്റ ആൻഡ് മൊണീറ. ഈ പ്രൊട്ടിസ്റ്റ മൊണീറ പോലത്തെ ചില ഓർഗാനിസത്തിലൊക്കെ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. സോ അവരുടെ പാരൻറ്റ് ബോഡി അഥവാ പാരൻറ്റ് സെല്ല് തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ട് ഹാഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാരൻറ്റ് ബോഡി ഡിവൈഡ് ചെയ്ത് രണ്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് അവരുടെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രൊട്ടിസ്റ്റ ആൻഡ് മൊണീറ പോലെയുള്ള ഓർഗാനിസത്തിലൊക്കെ പാരൻറ്റ് സെൽ അഥവാ പാരൻറ്റ് ബോഡി ഡിവൈഡ് ചെയ്ത് രണ്ട് ഹാഫായിട്ട് മാറുകയും അത് രണ്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് അവരുടെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സോ അവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ തന്നെയാണ്. സോ ഇതുപോലത്തെ പ്രൊട്ടിസ്റ്റ മൊണീറ പോലത്തെ ഓർഗാനിസത്തിൻ്റെ അവരുടെ ബോഡിയിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തിട്ടാണ് സെൽ ഡിവിഷൻ തന്നെയാണ്. അതായത് അവരുടെ ബോഡി പാരൻറ്റ് ബോഡി അല്ലെങ്കിൽ പാരൻറ്റ് സെല്ല് തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനാണ്. ആ സെൽ ഡിവിഷൻ തന്നെയാണ് അവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സോ ഇതുപോലത്തെ ഓർഗാനിസത്തിൽ ഒക്കെ സെൽ ഡിവിഷൻ തന്നെയാണ് അവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സോ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്താണ് അവരുടെ നോർമൽ സെൽ ഡിവിഷൻ തന്നെയാണ്. ബിക്കോസ് ഗാമറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് പാരൻറ്റ് ബോഡി തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ട് ഹാഫായിട്ട് മാറി രണ്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സെൽ ഡിവിഷൻ തന്നെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ. ഇനി എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്പ്രിങ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഐഡൻറ്റിക്കൽ ടു വൺ അനദർ. ഓസ്പ്രിങ്സുകളൊക്കെ തമ്മിൽ ഒരുപോലെ ഇരിക്കും. അതുപോലെ ദേ ആർ ഐഡൻറ്റിക്കൽ ടു ദ പാരൻസുമായിട്ടും ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ഓസ്പ്രിങ്സ് തമ്മിലും അവർ ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇതുപോലെ തമ്മിൽ ഐഡൻറ്റിക്കലായിട്ട് ഒരുപോലെ മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ. സോ ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോൺ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ്. മോർഫോളജിക്കലി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി പെരിഫറലായിട്ട് നമുക്ക് നോക്കുന്ന എക്സ്റ്റേണലി കാണുന്ന അപ്പിയറൻസ്. അതുപോലെ ജീൻ ബേസിസിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിൽ ജനറ്റിക്കലിയും. സോ എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള ഒരു കോപ്പി പേസ്റ്റ് പോലെയുള്ള അതുപോലെയുള്ള ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ. സോ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ആ പ്രോജനി അഥവാ ഓസ്പ്രിങ്സുകളൊക്കെ എന്ത് തന്നെയായിരിക്കും? ക്ലോണുകളായിരിക്കും. കാരണം അവരുടെ മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനുള്ളത്. സോ ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും ഒരേപോലെ സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ. ഒന്നിൻ്റെ തന്നെ അതേപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുന്ന പോലെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആണ്. സോ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ഓസ്പ്രിങ്സുകളൊക്കെ ക്ലോൺ ആണ്.